ഇത് നമ്മളുടെ ഭയങ്കര വിഷമിച്ചിറങ്ങിപ്പോയ ആശാത്തി അല്ലേ? അതെ, പോയതല്ല സാറ് പോകരുത് എന്ന് സാർ ഒന്ന് കാണാനിരിക്കായിരുന്നു. സാർ ചീത്ത പറഞ്ഞോളൂ. ശാന്തിനി ഒരു മിനിറ്റ്, നമുക്ക് അതിനും ഒരു വീഡിയോ കണ്ടാലോ? താങ്ക് യു സോ മച്ച്. നമ്മൾ എന്തായാലും എന്താണ് ഡിസിഷൻ എന്നുള്ളത് എത്രയും പെട്ടെന്ന് അറിയിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശാന്തിനി പ്ലീസ് വെയിറ്റ്. ഇപ്പോഴല്ല, അവിടെ പോയിട്ട് വെയിറ്റ്. നിങ്ങൾ 23 ചെയർ ഇവിടെ ഇട്ടുണ്ടായിരുന്നു. അതെ, അതിൽ 22 പിന്നെ അത് 1 ചെയർ വാസ് ഫോർ യു. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അതെ, രണ്ടുപേരെ കാണാൻ നല്ല എന്താണ് സയാമീസ് എന്ത് രസമായിട്ട് ഡ്രസ്സും നിങ്ങൾ പറഞ്ഞിട്ടാണോ? ഞങ്ങള് പേസ്റ്റൽ ഷെയ്ഡ് പേസ്റ്റൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കി, പക്ഷെ പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് അല്ല, എന്നാലും ഒരേപോലെ നല്ല ഭംഗിയുണ്ട്. അത് ബേജ് കളറ്, ഇത് നല്ല ബേബി പിങ്ക്. ഇഷ്ടായി കേട്ടോ. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടമായി പിന്നെ ചേച്ചിക്ക്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. All the best. All the best. All the best. Thank you. പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട് പൂത്തൊരുങ്ങി താരുണ്യ തിരികളൊരുങ്ങി പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്
കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾ കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾ കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് Wow, wow, wow. Awesome, ചിരി awesome. കേട്ടോ. So cute. അതെന്തായിരുന്നു ആ ചിരി? മാം ഞങ്ങളെ സമാധാനം ചേടാ. പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു നിങ്ങളെ കാണാനും നിങ്ങൾ കേൾക്കാനും. താങ്ക് യു മാം. ശാന്തിനി ഭയങ്കര താങ്ക്സ് ഉണ്ട് ആള്. ഇത് രസമായിട്ടാണ് ശാന്തിനി പാടിയത്. താങ്ക് യു മാം. എന്ത് ഇത്ര ക്ലിയർ ആയിട്ട്? ആക്ച്വലി ഇത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ ഗിഫ്റ്റ് ആണ് ഈ ഒരു ഫ്രോക്ക്. ആണോ? സോ ക്യൂട്ട് അല്ലേ? സോ ക്യൂട്ട്, യോ ക്യൂട്ട്. എന്തിനാണ് കുട്ടിയെന്ന് നീ പോയത്? അത്രേ എനിക്ക് ചോദിക്കാം. കാരണം ചില സംഗതികള് അങ്ങോട്ട് വരാട്ടോ സാൻഡ്ര. അയ്യോ ചില സംഗതികളൊക്കെ നമ്മള് സാധാരണ നമ്മൾ പാടുമ്പോ കേൾക്കുന്ന കോമൺ സംഗതികള് അല്ലാണ്ട് കറക്റ്റായിട്ട് അതിൽ പാടിയേക്കുന്നത് അതുപോലെ താൻ പാടുമ്പോഴുണ്ടല്ലോ എന്തൊരു സന്തോഷമെന്നറിയോ. എന്താ ഭയങ്കര ക്ലാരിറ്റി. ഗ്രൂമേഴ്സിന് ഒരുപാട് താങ്ക് യു ഉണ്ട്. When you sing, there is എല്ലാം പറഞ്ഞു തന്നിരുന്നു. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് എല്ലാം പറഞ്ഞു തരുന്നത് തന്റെ വോയിസിൽ, തന്റെ വോയിസിന്റെ ടിമ്പർ അനുസരിച്ച് വളരെ റൗണ്ടഡ് ആയിട്ടുള്ള വോയിസ് അതിൽ കറക്റ്റ് ഇങ്ങനെ ഒരു പെൻസിൽ അല്ലെങ്കിൽ പെൻ വെച്ച് വരച്ച പോലെയാണ് വീഴുന്നത്. താങ്ക് യു. നല്ല രസമായിട്ടുണ്ട്. അപ്പൊ പ്രാക്ടീസും കുറച്ച് ഇതൊക്കെ കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശാന്തിനി. ഐ എം റിയലി ഇതേ ശാന്തിനി വാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ സ്വന്തമാക്കുവാൻ ഞാൻ വരും എന്നുള്ളൊരു സാധനം വളരെ സിമ്പിൾ ആണ്. പക്ഷെ ആ ഞാൻ വരും WOW എന്നല്ലേ ആ wow? WOW എന്നല്ലേ സാറ് സാറും വാവ്, ഞാനും വാവ്. എസ്പെഷ്യലി ചാന്ദിനിയുടെ ഫസ്റ്റ് ഹമ്മിങ് ഇല്ലേ, അതെ, നന്നായിരുന്നു അത്. ഓക്കെ. അപ്പൊ അതാണ് ശാന്തിനിയെ പറ്റി. സോ താങ്ക് യു സോ മച്ച് ശാന്തിനി. ആൻഡ് ഇനിയും തനിക്ക് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ തുറക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു താൻ പാടണം എന്നുള്ളത്. ഇത് എന്റെ മനസ്സിൽ രജി സാറിനോട് ഒരുപാട് താങ്ക് യു ഉണ്ട്. ആ. ഞാൻ ഇവിടെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആ. എനിക്ക് ശരിക്കും ഒരു ഡ്രീം പോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. താൻ പോയത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഡ്രീം പോലെയായിരുന്നു, നൈറ്റ് മെയർ പോലെ. എന്തോ എങ്ങോട്ടാ പോയെന്നറിയില്ല. വരവും പോക്കൊക്കെ ഒരുമിച്ച് അല്ല മക്കളെ, എന്തിനാണ് പോയതെന്ന് ശരിക്കും അറിയാനുള്ള കൊതി കൊണ്ടാ. പ്ലീസ് പറയണം. ഓക്കെ, ചിലപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ സാരമില്ല. അല്ല, അതൊന്നുമല്ല, ഒരു ഇമോഷണൽ ആ നേരത്തെ. അത്രേ പിന്നെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്പെഷ്യൽ എൻട്രി ഒക്കെ തന്നു. മേ ബി അതിനായിരിക്കും ദൈവം
ഒരു പക്ഷേ ഇവിടെ പാടുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്. ഒരു പാട്ടെടുത്തിട്ട് മൈന്യൂട്ടായിട്ട് പഠിച്ചു പാടാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം ദൈവമായിട്ട് തന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സാൻഡ്രയെ സഹായിക്കാൻ അല്ലെങ്കിൽ അതെ അതെ അതെ. പാട്ടുപാടി വീണ്ടും ഞങ്ങളെ അല്ല ഒരു എത്തിക്കാൻ കാര്യം സാൻഡ്ര ആ പാട്ടുപാടി സാൻഡ്രയാണ് കേട്ടോ. അതെ ഞാൻ അങ്ങോട്ട് വരാം, സാൻഡ്രയോട് വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എസ്കേപ്പ് ആയി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല നഹി ഏ ഹോ നഹി സക്ത. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. സാൻഡ്രയുടെ ഒച്ചയുണ്ടല്ലോ, ഒരു ലവ് സോങ് ഒക്കെ കൊടുത്തു. എന്തൊരു ക്യൂട്ടാണ് മോളെ നിന്റെ വോയിസ്, Thank you, എന്തൊരു ma'am. നല്ലതായിരുന്നല്ലോ പറഞ്ഞു അതെ, അതെ. വരുന്നുണ്ടായിരുന്നു. മുഖത്തെ എക്സ്പ്രഷൻ വെച്ച് ഞങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചു. Thank you, ma'am. എന്ത് ചെയ്യാൻ പറ്റൂടെ, ഈ മുഖം ഇനിയിപ്പോ മാറ്റാൻ പറ്റുമോ? പറ്റില്ല ദൈവം പറ്റില്ല, തന്നതല്ലേ പറ്റൂ. അവിടെ ഇരിക്കട്ടെ. അപ്പൊ പക്ഷെ ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളില് ശ്വാസത്തിന്റെ പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ എത്താനായിട്ട് ശ്വാസത്തിന്റെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണ പോലെ ഫീൽ ചെയ്യണു. അത് യു ഹാവ് ടു പ്രാക്ടീസ്, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. പക്ഷെ അലീനയൊക്കെ പാടിയപ്പോ ഇവിടെ ഇങ്ങനെ കോരിത്തരിച്ച് എനിക്ക് താങ്ക് യു മാം. ഒന്നാമത് അവിടുത്തെ വയലൻസ് ഇൻ ദറ്റ് സോങ് ആൻഡ് ദറ്റ് ഒരു രക്ഷയില്ല. എന്ത് താങ്ക് യു സോ മച്ച്. മ്യൂസീഷ്യൻസിന് ഒരു നല്ല കൈയടി കൊടുക്കും ഈ പാട്ടിന്. അവരുടെ അടുത്ത് ഞാനും ഒരുപാട് താങ്ക് യു. ഇങ്ങനെ അടിപൊളിയായിട്ട് വായിച്ചു അസാധ്യമായ ഒരു പാട്ട് പാടി ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ന്യൂആൻസസും പറയുന്നത് ഔസേപ്പച്ചൻ സാറും ബിന്നി ചേച്ചിയായിരിക്കും. സോ ഐ ഗിവ് ഇറ്റ് ടു ദം. അല്ല എനിക്ക് പറയാനുള്ള ന്യൂആൻസസ് അല്ല, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരും സർ അതിമനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു സർ. അതിലൊരു വ്യത്യാസമുണ്ട്. ശാന്തിനി വളരെ റിലാക്സ്ഡ് ആയിട്ട് പാടുന്നു. ആ പാടിയതിന് ഞാൻ 100 മാർക്ക് കൊടുക്കും. അപ്പൊ അതേസമയം അതേപോലെ തന്നെ നന്നായിട്ട് പാടുകയാണ്, പക്ഷെ വിത്ത് ലിറ്റിൽ ടെൻഷൻ. ഓക്കെ സർ. അതായത് സാൻഡ്രയുടെ ഫീൽ എവറിങ് ഈസ് വെരി നൈസ്, പക്ഷെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ടെൻഷൻ കാരണം ആ എന്ന് വരും നീ തിരികെ എന്നുള്ള ഒരു സ്ഥലത്ത് അതൊന്ന് സ്ലിപ്പായി. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് പല്ലവി ലാസ്റ്റ് പാടുമ്പോൾ അത് കറക്റ്റായി. അപ്പൊ അതിനോട് പിന്നെ അലീന വാസ് എക്സ്ട്രാ ഓർഡിനറി. അത് നമ്മളിവിടെ ഒരു ഗ്രൂമേഴ്സിന് തന്നെയാണ്. ഞാൻ ലാസ്റ്റ് വന്ന് ഓടി ഒരു ദിവസം ഒക്കെ അവരെ വന്ന് ശല്യപ്പെടുത്തും. കാരണം മുന്നേ നമുക്ക് വരാൻ പറയും, പക്ഷെ ഇപ്രാവശ്യം വരാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പിന്നാലെ നടന്ന് ഞാനിങ്ങനെ ഇത് ഇങ്ങനെ തന്നെയാണോ അപ്പൊ എന്നാലും അവര് മടിയില്ലാണ്ട് എത്ര വൈകിട്ടാണേലും പറഞ്ഞു തന്നു. സോ സ്വീറ്റ്. ഒരു നല്ല കൈയടി കൊടുക്കും രാധികയ്ക്കും മുഫീദയ്ക്കും. സത്യം, ദേ ആർ വെരി ഡെഡിക്കേറ്റഡ്. രണ്ട് പേരേ ഉള്ളൂ അസാധ്യ ഡെഡിക്കേറ്റഡ് ആൻഡ് ദേ ആർ വെരി കൈൻഡ് ഹാർട്ടഡ് ആൾസോ. സീരിയസ്ലി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ സാൻഡ്ര നല്ല രസമായിട്ട് ലവബിൾ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പാട്ടും പാടുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ആ പാട്ട് ഒരു കോമ്പറ്റീഷന് വേണ്ടി പാടുന്ന പോലെയല്ല. അതിൽ മിസ്റ്റേക്സ് വരുന്നുണ്ട്, അത് ഡ്യൂ ടു ടെൻഷൻ. ബട്ട് ദ അപ്രോച്ച് ഈസ് വെരി റൈറ്റ് അപ്രോച്ച്. യു ലവ് ദാറ്റ് സോങ്. അങ്ങനെയാണ്, ഇഷ്ടമായിട്ടാണ് പാടുന്നത്. അതിൽ മനസ്സ് കൊടുത്ത് പാടുന്നത്. അതിന്റെ സുഖം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കാര്യം. ബട്ട് ദർ ആർ ഫ്ലോസ് ഉണ്ട്. അത് ഈ ടെൻഷൻ കാരണമാണ്. ബട്ട് അത് ഒട്ടുമില്ലാണ്ടാണ് ശാന്തിനി പാടിയത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ബിക്കോസ് അത് ടെൻഷൻ ഇല്ലാണ്ട് പാടുമ്പോൾ അങ്ങനെ പാടാൻ പറ്റും. ഇഫ് യു ആൾസോ വിത്തൗട്ട് പുറത്തുനിന്നാ വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി നന്നായിട്ട് പാടാൻ പറ്റിയേനെ, ഇതിനേക്കാൾ നന്നായിട്ട്. നൗ യു ഹാവ് സങ് ഇറ്റ് ഗുഡ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് സർ. ഹായ് ശാന്തിനി ആൻഡ് നമ്മുടെ സാന്ദ്ര. എന്താ ഇതേ വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് സാർ ഒരുപാട് മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാം പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഫിലിം ഏതാന്ന് ചോദിച്ചാൽ ദേവദൂതൻ എന്ന് പറയും. അത് മാത്രമല്ല അതിലെ ഏത് പാട്ടാന്ന് വെച്ചാൽ ഈ കരളെ നിൻ കൈപിടിച്ച. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പോസിഷനാണ്. അപ്പോൾ എന്തുമാത്രം ഒരുപാട് ചേഞ്ചസും ഒക്കെ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതിന്റെ അങ്ങ് ഫീൽ അങ്ങ് ഒരു ടൺ കടക്കുകയാണ്. പക്ഷെ എനിക്ക് എന്റെ പത്രത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ ഈ വിദ്യാജിയുടെ ഈ പാട്ടെന്ന് പറയുമ്പോൾ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് കൈതപ്പുറം. വരികൾ കരളേ നിൻ കൈ പിടിച്ച എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തൊരു സുഖമാണല്ലേ മനസ്സിലെ. ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കണം, പടത്തിലെ സിറ്റുവേഷൻ. സോ നമ്മൾ കൈതപ്പുറത്തിന് മെൻഷൻ ചെയ്തേ പറ്റും, കാരണം അദ്ദേഹത്തിന്റെ വരികളും കൂടിയാണ്. പഠിക്കുമ്പോൾ പറയായിരുന്നു, നീയില്ല ജന്മമുണ്ടോ, നീ അറിയാ യാത്രയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്
എന്തൊരു ഭയങ്കര അർത്ഥമുള്ള അതിലെ കണ്ണില്ലാത്ത മെഴികൾ എന്തിനാണ് വേറെ മൃദുലമേ കരങ്ങളില്ലേന്ന്. സോ അലീന, എനിക്ക് ഇപ്പം ശ്രുതിയോ അതോ ഞാൻ അതെല്ലാം വിട്ടിട്ട് എനിക്ക് ഒരുപാട് പാട്ടില് സാൻഡ്ര അതാണ് എല്ലാം വിട്ടു. അതായത് അലീന എന്ന് ഞാൻ വിളിക്കാൻ കാരണം എനിക്ക് സാന്ദ്ര പാടിയ അലീന വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കതങ്ങ് നെഞ്ചിലേക്ക് നല്ലോണം കൊണ്ടു. ഞാൻ ഇതിനകത്ത് ഇന്നിപ്പോ സാന്ദ്ര പാടിയതിനകത്ത് ശ്രുതി പോകലോ അതുപോകലോ ഞാൻ നോക്കുന്നില്ല. ഞാൻ സാന്ദ്ര അലീനയായി ഞാൻ അലീനയെ കണ്ടു. സാന്ദ്ര ഞാൻ പലതും ഇവിടുന്ന് ആഹാന്ന് പറഞ്ഞോ. എനിക്ക് ആ ഒരു ഭയങ്കര ഫീൽ ഇവിടെ നിങ്ങൾ അടിച്ചു നന്നായിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ശാന്തിനി നന്നായി പാടി. അപ്പോ ഈ പാട്ടിനോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നീതി പുലർത്തി എന്ന് തന്നെ വേണം പറയാൻ. ആൻഡ് താങ്ക് യു. ഇത്ര നല്ലൊരു പാട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ ഇത്രയും വയ്യാതിരുന്നും പ്രാക്ടീസ് ചെയ്ത് രണ്ടുപേരും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് അല്ലേ, നമ്മളെ ആടബാധി ആളുബാധി എന്ന് പറഞ്ഞോലെ കാണാനും ഒരു രസം വേണ്ടേ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് സാൻഡ്രയ്ക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് സാൻഡ്ര പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുന്നു. പക്ഷേ ശാന്തിനി ഓരോ വരി പാടുമ്പോഴും തന്റെ സുഹൃത്തിനെ നോക്കിയിട്ട് എന്തൊരു അഫെക്ഷൻ ആയിരുന്നു അതില്. ആ അഫെക്ഷൻ ഉണ്ടല്ലോ യുവർ ഫേസിലുണ്ട്. എന്നിട്ട് അപ്പൊ അത് ഭയങ്കര സുഖമാണ് കേൾക്കാൻ. അങ്ങനെ അഫെക്ഷൻ ഫേസിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, തൊണ്ടയിലും കൂടി ഉണ്ടാവണേ. അത് രണ്ടും കൂടി ഉണ്ടായി. അതെ.